കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കുന്നതിനെ ചൊല്ലി വിവാദം. ക്ഷേത്രത്തിനുള്ളിൽ നിർമ്മിക്കേണ്ട കരിപ്രസാദം, ചന്ദനം, ഭസ്മം എന്നിവ നിർമ്മിക്കുന്നത് വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിവാദമുണ്ടായത്. BJP ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രസാദം നിർമ്മിക്കുന്ന വീട്ടിലെത്തി പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തിയ ദേവസ്വം അധികൃതരെ പ്രതിഷേധക്കാർ തടഞ്ഞുവെച്ചു. വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പ്രസാദം നിർമ്മിച്ചിരുന്നതെന്നും ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഉത്തരവാദികളായ ദേവസ്വം ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. പോലീസ് എത്തി പരിശോധന നടത്തി വീട് പൂട്ടി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. കൊട്ടാരക്കര ക്ഷേത്രത്തിലെ മേൽശാന്തി വാടകയ്ക്കെടുത്ത വീട്ടിൽ ക്ഷേത്രത്തിലെ പ്രസാദം തയ്യാറാക്കിയ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടിയെന്ന് പി എസ് പ്രശാന്ത് പറഞ്ഞു. കരിപ്രസാദം, ചന്ദനം, ഭസ്മ എന്നിവ നിർമ്മിക്കുന്നത് വാടക വീട്ടിൽ നിന്ന് കണ്ടെത്തിയതോടെയാണ് വിവാദം ചൂടുപിടിച്ചത്. CK അഭിലാലാണ് വിവരങ്ങളുമായുള്ളത്. അഭിലാൽ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം. ഇവിടുത്തെ പ്രസാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിഷയമുണ്ടായിരിക്കുന്നത്. ഇത് മേൽശാന്തി വാടകയ്ക്കെടുത്ത വീടാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോൾ ഈ വലിയ പ്രതിഷേധം ഉയരാൻ കാരണം? ശബരിമലയിൽ നിന്നും അവിടുത്തെ രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തിയ ശേഷം പമ്പയിലേക്ക് എത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനൗദ്യോഗികമായി പറഞ്ഞ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിക്കുകയും കൊട്ടാരക്കരയിൽ ഭക്തരുടെ പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തത് ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകുക. കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഉണ്ട്, അതല്ലെങ്കിൽ ജീവനക്കാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ടിൽ പരാമർശം വന്നാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിച്ചിട്ടുള്ളത്. നടപടി ഉണ്ടാകും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിക്കുന്നു.